ഭാരത സംസ്കാരത്തെയും പൈതൃകത്തെയും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിച്ച് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പ്രേരണ പദ്ധതിയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ബാച്ച് പുറപ്പെട്ടു. കോട്ടയം സ്വദേശികളായ ശിവഭദ്രയും ആൽബി സതീഷുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഠിച്ച വാത്നഗറിലെ സ്കൂളിലാണ് പരിശീലനം. മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജ്യത്തെ വിദ്യാർത്ഥികളെ മൂല്യബോധവും അതുപോലെ തന്നെ നേതൃപാഠവുമുള്ള ഉറച്ച പൗരന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് പ്രേരണ. അതിനെ സംബന്ധിച്ച വാർത്തകളെല്ലാം തന്നെ വലിയ നീക്കങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ ഫലവത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ബാച്ചിലേക്ക് യാത്ര തിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നുള്ള 2 വിദ്യാർത്ഥികളാണ് അതിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ബാച്ചിൽ 20 വിദ്യാർത്ഥികളാണ് ഈ ഒരു ക്യാമ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക. 10 ആൺകുട്ടികളും 10 പെൺകുട്ടികളും. അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ബാച്ച് കോട്ടയം ജില്ലയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇപ്പോൾ അവരാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആൽബിൽ അല്ലേ? അതെ അതെ. എങ്ങനെയായിരുന്നു ഇതിലേക്ക് വന്നതൊക്കെ? അത് കഴിഞ്ഞ വർഷം ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ നേരം ഇവിടെ കോട്ടയം നവോദയ സ്കൂളിൽ തന്നെ ഒരു എക്സാമിന് വന്നായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് സെലക്ട് ആയിട്ടാണെന്ന് വന്നത്. അതായത് പിന്നെ ഈ ഒരു മാസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊസീജിയർ അതിപ്പോൾ ഇവിടം വരെ എത്തി. അവിടെ ചില ക്യാമ്പിൽ ചെന്ന് അവിടെ ആ ട്രെയിനിങ്ങിലൊക്കെ ഉള്ള ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുന്നു, ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് വിസിറ്റ് ചെയ്യുന്നു, മൈൻഡ്ഫുൾനെസ് ക്യാമ്പ്, എക്സ്പെരിമെൻ്റൽ ക്യാമ്പാണ് ശരിക്കും നടക്കുന്നത്. അപ്പം വളരെ എക്സൈറ്റഡ് ആണ്. ഞാനും കേരളത്തിനുള്ളിലോട്ട് തന്നെ ആദ്യമായിട്ടാണ്. ശിവഭദ്ര. എങ്ങനെയാണ് ഇപ്പോൾ യാത്ര പോവാൻ തുടങ്ങുകയാണ്? എങ്ങനെയാണ്, എന്തൊക്കെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? നല്ല നല്ല പ്രതീക്ഷകളാണ്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി പഠിച്ച സ്കൂളാണ് വഡ്നഗറിൽ. ആ സ്കൂളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. സോ അതിൻ്റെതായ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പിന്നെ ചിലപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് റീഫോം ചെയ്യാൻ കഴിയും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇപ്പം ഈ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കുറച്ച് കൂടുതൽ നൂതനമായിട്ടുള്ള ആശയങ്ങളാണ് ഇതിൽ ഈ ക്യാമ്പിലടക്കം പ്രവർത്തിക്കുന്നത്. ക്യാമ്പ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണല്ലോ. പുതിയ സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്നോളജിയെ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ ഈ ഒരു അവസരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് വളരെ അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഒരു എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ, അതേപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയൊക്കെയാണ് കിട്ടിയത്. അപ്പം കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പോകുക, നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഒരു സംസ്ഥാനത്ത് നിന്ന് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞൊരു എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ല. അപ്പം അതിൽ ഭാഗമായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞ് പിന്നെ അത് നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കത് ഇംപ്ലിമെൻ്റ്, നമ്മളാണല്ലോ വരും തലമുറ, അപ്പം നമുക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവരെ ഈ ഒരു നേട്ടത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപകർ കൂടി നമ്മളോട് ചേരുകയാണ്. പ്രിൻസിപ്പൽ ആണല്ലേ? അതെ, നവോദയ വിദ്യാലയം കോട്ടയത്തെ പ്രിൻസിപ്പലാണ് ഞാൻ. എങ്ങനെയാണ് ഇവരുടെ ഒരു ജേർണി ഉണ്ടായിരുന്നത്? അതെ, ഇന്ത്യ ആകമാനം നവോദയ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുമായിട്ട് സഹകരിച്ച് നടത്തിയ ഒരു സ്ക്രീനിങ് പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ അവർ ഒരു എസ്സേ റൈറ്റിംഗ്, അല്ലെങ്കിൽ അവർക്ക് എൻ്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ, അതല്ലെങ്കിൽ വികസിത ഭാരതം, അല്ലെങ്കിൽ 2047 ഇന്ത്യ, ഇങ്ങനെയുള്ള ചില തീമുകളെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ കലാപരമായ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റ് ഇത് എക്സ്പ്രസ് ചെയ്ത്, അതായിരുന്നു ആദ്യത്തെ സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതിനുശേഷം അവർ ഇൻ്റർവ്യൂ കൂടി അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് 30 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് വിട്ടതിൽ അതിൽ നിന്ന് 2 കുട്ടികളാണ് ഓരോ ജില്ലയിൽ നിന്നും സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാർട്ടിസിപ്പൻസ് ആണ് ശിവഭദ്രയും ആൽബിയും. എന്താണ് പറയാനുള്ളത് ഈ നേട്ടത്തെക്കുറിച്ച്? ഞാൻ ഇവരുടെ ഗാർഡിയൻ ടീച്ചറായിട്ട് ഇവരോടൊപ്പം പോകുന്നയാളാണ്. ഞാൻ ശിവഭദ്രയുടെ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. തീർച്ചയായിട്ടും രാജ്യത്ത് പുതിയ നവീനമായിട്ടുള്ള സംവിധാനങ്ങൾ വരുന്നു. അതിലൂടെ ദേശീയതയും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള കെട്ടുറപ്പിന് വേണ്ടി നല്ല പൗരന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത്. ഏതായാലും ഇവരിപ്പോൾ യാത്ര പോവുകയാണ്. ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്.